Realme C35 Standout 50MP Fit-in design. നിങ്ങളിപ്പോൾ കണ്ടത് റിയൽമിയിൽ ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്യുന്ന റിയൽമിയുടെ സീരീസിൽപ്പെട്ട C35 എന്ന ഫോണാണ്. ഇത് 13-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാന്നാണ് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ ഒന്ന് പറയാന്നുണ്ടെങ്കിൽ 50 MB റിയർ ക്യാമറയാണ് റിയൽമി ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയാൻ ഫോൺ ഭയങ്കര സ്ലിമ്മാണ്. 8.1 ഇതിൻ്റെ സ്ലിം സൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ബാറ്ററി വന്നിട്ട് 5000 mAh വരുന്നുണ്ട്. പിന്നെ 18 വാട്ടിൻ്റെ ഒരു ചാർജറാണ് റിയൽമി ഇതിൽ തന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം 187 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലുക്ക് പറഞ്ഞാൽ ഒരു അഡാർ ലുക്ക് തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ക്യാമറ വന്നിട്ട് 50 MB ഒരു പ്രൈമറി ക്യാമറയും നേരെ താഴെ വന്നിട്ട് 2.4 അപ്പറാച്ചറുള്ള ഒരു മൈക്രോ ലെൻസും അതുപോലെ തന്നെ B&W പോർട്ടബിൾ ലെൻസും ആണ് സൈഡിൽ വന്നിട്ടുള്ളത്. 2.2-ൻ്റെയാണ് രണ്ടും വന്നിട്ടുള്ളത്. അതാണ് ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ റാം വന്നിട്ടുള്ള 4 GB ആണ് ഇതിൻ്റെ റാം ഉള്ളത്. 128 GB വരെ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. 3 സ്ലോട്ടാണ് ഇതിനുള്ളത്. 2 സിമ്മിൻ്റെയും ഒരു മൈക്രോ SD കാർഡിൻ്റെയും. പിന്നെ ടോട്ടൽ നോക്കാൻ 4 GB റാം, 64 GB റോം. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്ത പ്രോസസ്സർ എന്ന് പറയുന്നത് T616 എന്നൊരു പ്രോസസ്സറാണ്. 12,000 രൂപയ്ക്ക് ഈ ഒരു പ്രോസസ്സർ ഒരു നല്ല പ്രോസസ്സറൊന്നുമല്ല, ഒരു ആവറേജ് തന്നെ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇതിന് 2 വേർഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 4 GB ആൻഡ് 64 GB. അത് രണ്ടും വിലയുടെ മാറ്റം എന്ന് പറയുന്നത് വെറും 1000 രൂപയുടെ മാറ്റമേ ഉള്ളൂ. ഒന്ന് 12,000, ഒന്ന് 14,000, 2000 രൂപയുടെ മാറ്റമാണ് വരുന്നത് 2 വേർഷൻ തമ്മിലുള്ളത്. അപ്പോൾ ഇതിൽ 2 കളർ വേരിയൻറ്റിൽ കിട്ടുന്നുണ്ടെന്ന്, ഗ്രോയിങ് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രോയിങ് ഗ്രീൻ കളറുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. റിയൽമി സീരീസിലെ ഒരു മികച്ച ഫോണാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഈ ഒരു വിലയ്ക്ക് ഉള്ള പല ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു വിലയ്ക്ക് വേറെ നല്ലൊരു ഫോണൊക്കെ എടുക്കാവുന്നതാണ്. ഒരു ആവറേജ് ഫോൺ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ കുറേ ഫീച്ചേഴ്സൊന്നും റിയൽമി ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും 13-ാം തീയതി ലോഞ്ചിങ് ആണ്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി അതുപോലെ റിയൽമിയുടെ സൈറ്റ് വഴിയാണ് ഇതിൻ്റെ സെയിൽ വന്നിട്ട് വരുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഫോൺ എടുത്തതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുക. പിന്നെ മാക്സിമം കൂട്ടുകാരേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്